ശരിക്കും ഈ ജർമ്മനി സേഫ് ആണോ? ഈ കഴിഞ്ഞിടയിൽ ഉണ്ടായ ഒരു സംഭവമാണിത്. ട്രെയിനിൽ വെച്ചിട്ട് ഒരു ടിക്കറ്റ് ചെക്കറിനെ ഒരു പാസഞ്ചർ ഇടിച്ചിട്ട് കൊലപ്പെടുത്തി. പാസഞ്ചർ വെറും 26 വയസ്സുള്ള ഒരു ഇമിഗ്രന്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് ചോദ്യം ചെയ്ത ടിക്കറ്റ് ചെക്കറെയാണ് ഇയാൾ ഇടിച്ചിട്ട് കൊലപ്പെടുത്തിയത്. വേറെ കൺട്രീസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയിലത്തെ ക്രൈം റേറ്റ്സ് കുറവാണെങ്കിലും കുറച്ച് ഇയേഴ്സ് ആയിട്ട് ക്രൈം റേറ്റ്സ് കൂടി വരുന്നുണ്ട്. ജർമ്മനിയിൽ ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ട്. ഇവരാണ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ നേറ്റീവ്സ് അങ്ങനെ അധികം പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് പറഞ്ഞ രണ്ടിന് ഇവർ മറ്റേ ഇടിച്ചിട്ടൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റുഡൻസ് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അഥവാ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും അൺസേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെടുകയാണെങ്കിൽ വേഗം തന്നെ എമർജൻസിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പോലീസിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ താമസിക്കുന്ന ഡ്രസ്ഡനിലും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രാമിൽ വെച്ചിട്ട് ഇതുപോലത്തെ അറ്റാക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ തമ്മിൽ ഇടികൂടുന്നതും ഒച്ചപ്പാടും. പിന്നെ ഇവരെ മാറ്റാൻ വേണ്ടിയിട്ട് പോലീസ് അപ്പം തന്നെ വരും. നമ്മളായിട്ട് പോയി റിയാക്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. ചില സമയങ്ങളിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എമർജൻസി ഉണ്ടായാൽ നിങ്ങൾക്ക് 112 എന്നുള്ള എമർജൻസി നമ്പറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോലീസ് എമർജൻസി ആണെങ്കിൽ 110നെയും കോൺടാക്ട് ചെയ്യാം. അപ്പം എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.